അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരാളെ അല്ലാഹുവിന് ഇഷ്ടമാണെങ്കിൽ അല്ലാഹു വിളിക്കുമത്രേ ജിബ്രീൽ അലൈഹിസ്സലാമിനെ. എന്നിട്ട് പറയും, യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, എനിക്ക് ഇന്ന ആളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഫഅഹിബ്ബൂ, നീയും അവരെ ഇഷ്ടപ്പെടണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, വാനലോകത്തുള്ള മുഴുവൻ മാലാക്കമാരോടും അവരെ ഇഷ്ടപ്പെടാൻ. എന്നിട്ടോ ആ വാനലോകത്തുള്ള മുഴുവൻ ആളുകളും അവരെ ഇഷ്ടപ്പെടുമ്പോ പിന്നെ അവർക്കുള്ള സ്ഥാനം ഭൂമിയിലുള്ള ആളുകളുടെ ഹൃദയത്തിൽ മുഴുവനും അവനെ കുറിച്ചുള്ള സ്വീകാര്യത റബ്ബ് കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാർ സഞ്ചരിച്ച റൂട്ട് എങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഓരോ ആളുകൾക്കും ഒരുപാട് ഉപദേശകർ ഉണ്ട്. ആ ഉപദേശകരിൽ വളരെ ഫലം ചെയ്യുന്ന 2 ഉപദേശകനുണ്ട്. ആ 2 ഉപദേശകൻ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ നന്മയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഉപ്പ മോനെ ഉപദേശിക്കുമ്പോ ആ ഉപദേശം ഫലവത്താവണമെങ്കിൽ പ്രിയപ്പെട്ട ഉപ്പ ആ മോനോട് പറയുന്ന കാര്യങ്ങൾ ചെയ്തവനായിരിക്കണം. എനിക്ക് സംഗതി മനസ്സിലാവുന്നുണ്ടോ? ഉപ്പ മോനോട് നിസ്കരിക്കണം എന്ന് പറയുമ്പോ ആര് നിസ്കരിക്കുന്ന ആളായിരിക്കണം? പറയൂ നിങ്ങളെ, ഉപ്പ നിസ്കരിക്കുന്ന ആളായിരിക്കണം. അപ്പോഴേ മക്കൾക്കും നിസ്കരിക്കാൻ തോന്നുകയുള്ളൂ. ഇത് ചില മാതാപിതാക്കൾ കുട്ടികളോട് ഖുർആനോത് ഖുർആനോത് ഖുർആനോത്, ഉപ്പയും ഉമ്മയും ഖുർആൻ എന്താവാറില്ല. അങ്ങനെ വരുമ്പോ മശസ്സർതാനു യൗമൻ ബിഅബാദി ഫഖല്ലദ ശക്ല മശിയതിഹി ബനൂഹു. ഒരിക്കൽ ഒരു ഞണ്ട് വളഞ്ഞു നടന്നു. ഞണ്ട് എങ്ങനെ നടന്നു? വളഞ്ഞു നടന്നു. വളഞ്ഞു നടന്നപ്പോ ഫഖല്ലദ ശക്ല മശിയതിഹി ബനൂഹു, ഞണ്ടിന്റെ മക്കളും പിന്നാലെ വളഞ്ഞു നടന്നു. മുന്നിൽ ഞണ്ട് വളഞ്ഞു നടന്നു, പിന്നാലെ മക്കളും വളഞ്ഞു നടന്നു. ഒരുപാട് അകലെ എത്തിയപ്പോ ഞണ്ടൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് മക്കളൊക്കെ വളഞ്ഞു നടക്കുന്നത് കാണുന്നത്. ഞണ്ട് ചോദിക്കുകയാണ്, ഫഖാല അലാമ തൻഹരിഫൂന ഖാലു. ഞണ്ട് തിരിഞ്ഞു നോക്കിയപ്പോ മക്കൾ വളഞ്ഞു നടക്കുന്നത് കണ്ടു. ഉടനെ ചോദിച്ചു, അല്ല മക്കളെ, നിങ്ങൾക്ക് നേരെ നടന്നാ പോരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു നടക്കുന്നത്? ഫഖല്ലദ ശക്ല മശിയതിഹി ബനൂഹു ഫഖാല അലാമ തൻഹരിഫൂന ഖാലു. ഞണ്ട് തിരിഞ്ഞു ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് നേരെ നടന്നാ പോരെ, എന്തിനാണ് വളഞ്ഞു നടക്കുന്നത്? അപ്പോഴാണ് ഞണ്ടിന്റെ മക്കൾ ഞണ്ടിനോട് പറയുന്നത്, മശൈത ബിഹി വനഹനു മുഖല്ലിദൂഹു, നിങ്ങളാണ് വളഞ്ഞു നടന്നത്, അപ്പൊ ഞങ്ങളും പിന്നാലെ എങ്ങനെ നടന്നതാണ്? വളഞ്ഞു നടന്നതാണ്. ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായത്? മാതാപിതാക്കൾ ഏത് റൂട്ടിലാണോ സഞ്ചരിക്കുന്നത് ആ റൂട്ടാണ് മക്കളും സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ആദ്യം എന്നോട് പറയട്ടെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സദസ്സിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സജ്ജനങ്ങളെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാളുടെ ഒന്നാമത്തെ ഉപദേശകൻ അവന്റെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കലാണ്. ഒരാൾക്ക് അവന്റെ മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ അവന്റെ കണ്ണുകൊണ്ട് അവന് ഹറാം കാണൂല, കാതുകൊണ്ട് ഹറാം കേൾക്കൂല, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കൂല, കരം കൊണ്ട് ഹറാം എടുക്കൂല, വായ കൊണ്ട് ഹറാം ഭുജിക്കൂല, മനസ്സുകൊണ്ട് ഹറാം ചിന്തിക്കുകയില്ല. ഈ രൂപത്തിലാണ് അവരുടെ ജീവിതം ഉണ്ടാവുക. മരണമെന്ന പ്രതിഭാസം ഒരാൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ, മരിക്കണമെന്നുള്ള ഓർമ്മ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പൂർവസൂരികളായ ആളുകളുടെ ജീവിതം നാം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവർ ജീവിതത്തിൽ ഹറാം ചെയ്തിരുന്നില്ല, ഒരാളെ അവർ കുറ്റപ്പെടുത്തിയിരുന്നില്ല, നന്മയുള്ള മനസ്സുമായിട്ടേ അവർ ജീവിച്ചിട്ടുള്ളൂ. അവരുടെ ഖൽബ് എപ്പോഴും അല്ലാഹ്
എന്നുള്ള ചിന്തയിലായിരുന്നു. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനെ അറിയുമല്ലോ. വിശുദ്ധ ഖുർആനിൽ ലുഖ്മാൻ സൂറത്ത് എന്ന പേരിൽ ഒരു മഹത്വമേറിയ അധ്യായമുണ്ടല്ലോ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറയുന്നു, പ്രിയപ്പെട്ട സഖിയേ, നിനക്ക് ഏറ്റവും രുചികരമായ ഭക്ഷണം എന്താണോ ഉണ്ടാക്കാൻ കഴിയുക, ആ പാചകം ചെയ്യാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണോ അത് പെട്ടെന്ന് നീ ഒന്ന് പാചകം ചെയ്യണോ. പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യമാരോട് അല്ലെങ്കിൽ ഭാര്യയോട് ഭക്ഷണം പാചകം ചെയ്യാൻ പറയുമ്പോ നമ്മുടെയൊക്കെ ഭാര്യമാർ നമുക്കുണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ, എത്ര രുചികരമായ ഭക്ഷണമാണെന്നറിയോ. വളരെ മനോഹരമായ ഭക്ഷണങ്ങളാണ് അവർ പാചകം ചെയ്യുക. ലുഖ്മാനുൽ ഹകീം തങ്ങൾ ഭാര്യയോട് പറഞ്ഞു, പ്രിയ സഖിയേ, ഏറ്റവും രുചികരമായ ഭക്ഷണമാണ് നീ പാചകം ചെയ്യേണ്ടത്. പാചകം ചെയ്ത് കഴിഞ്ഞു ഭർത്താവിനോട് വന്നു പറയുന്നു, ഞാൻ ഭക്ഷണം പാചകം ചെയ്തു. അപ്പോഴാണ് ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറയുന്നത്, എങ്കിൽ നീ ഒരു ടിഫിനിൽ അത് നിക്ഷേപിക്കുക, അത് അവിടെ നിന്ന് കവർ ചെയ്യുക, അത് പാക്ക് ചെയ്തിട്ട് നീ മനോഹരമായിട്ട് ഭദ്രമായിട്ട് അവിടെ വെക്കുക. അതുപോലെ ഭാര്യ ചെയ്തു. അപ്പോഴാണ് ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറയുന്നത്, പ്രിയ സഖിയേ, ഈ ഭക്ഷണവുമായിട്ട് നീ പോകണോ. നമ്മുടെ തൊട്ടടുത്തൊരു പുഴയുണ്ട്, ആ പുഴ കടന്നിട്ട് മറുകരയിലേക്ക് നീ ചെല്ലണോ. അവിടെ ഒരു ആബിദായ മനുഷ്യനുണ്ട്, അവർക്ക് ഈ ഭക്ഷണപ്പൊതി നീ കൊണ്ടുപോയിട്ട് കൊടുക്കണോ. നിനക്കാ കടക്കുവാനുള്ള പുഴയുടെ അരികിലെത്തുമ്പോ ആ കടവിനടുത്തെത്തിയാൽ നിനക്ക് യാത്ര ചെയ്യാനുള്ള വാഹനം തൊട്ടടുത്തുണ്ടാകോ. പക്ഷേ നീ അവിടെ നിന്ന് വിളിച്ച് പറയണോ, ഭാര്യയുമായിട്ടുള്ള രുചി എന്തെന്നറിയാത്ത ഒരാളാണ് എന്നെ ഇങ്ങോട്ടയച്ചത്, അതുകൊണ്ട് എന്നെയൊന്ന് മറുകരയിലെത്തിക്കണമെന്ന് പറയണോ. അപ്പോഴാണ് ഈ ഭാര്യയുടെ മനസ്സിൽ ചിന്ത വരുന്നത്, ഭർത്താവ് ഞാനുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടും എന്തേ ഭാര്യയുമായിട്ട് രുചി അറിയാത്തവനാണ് അയക്കുന്നതെന്ന് പറയുന്നത്. ലുഖ്മാനുൽ ഹകീം തങ്ങളോട് അത് ചോദിച്ചില്ല, പക്ഷേ മനസ്സിൽ അതിങ്ങനെ കരുതി വെച്ചോ. യാത്ര പുറപ്പെടാനൊരുങ്ങി. ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറഞ്ഞു, വാഹനത്തിൽ കയറിയാല്, വഞ്ചിയിൽ കയറിയാല് മറുകരയിൽ നീ എത്തുമ്പോ അവിടെ ആരിഫായ ആബിദായ പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ നിനക്ക് ഇന്ന സ്ഥലത്ത് കാണാൻ കഴിയുന്നതാണ്. അവരുടെ ചാരത്ത് ചെന്നിട്ട് ഈ ഭക്ഷണപ്പൊതി അവർക്കൊന്ന് കൊടുക്കുക. അതേപോലെ ചെയ്തു. വള്ളത്തിനടുത്തെത്തി, കടവിനടുത്തെത്തി. ഭാര്യയുമായി കൊണ്ട് രുചിയറിയാത്ത ഭർത്താവാണ് എന്നെ പറഞ്ഞയച്ചതെന്ന് പറഞ്ഞു. അവിടെ നിന്ന് വഞ്ചി വന്നു, കയറി മറുകരയിലെത്തി. അവിടെ ഇറങ്ങി ഒരൽപ്പം നടന്നു. അപ്പോഴാണ് ആബിദായ മനുഷ്യനെ കണ്ടത്. അവരുടെ അരികിൽ പോയിട്ട് ആ ഭക്ഷണത്തിന്റെ പൊതിയങ്ങെടുത്തു കൊടുത്തു. അവരത് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം തിരികെ കൊടുത്തു. എന്നിട്ട് പറയുന്നു, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോകണമല്ലോ. കടവിനടുത്ത് നിങ്ങളെത്തുമ്പോ നിങ്ങൾ അവിടെ നിന്ന് പറയണോ, ഭക്ഷണത്തിന്റെ രുചി എന്തെന്നറിയാത്ത ഒരാളാണ് എന്നെ അയച്ചത്. എന്ത്? ഭക്ഷണത്തിന്റെ രുചി എന്തെന്നറിയാത്ത ഒരാളാണ് എന്നെ അയച്ചത്. അതുകൊണ്ട് എനിക്കൊന്ന് മറുകരയിൽ പോകണമെന്ന് പറയണോ. ആ വഞ്ചിയിൽ കയറി നീ മറുകരയിലേക്ക് പോവുക. അപ്പോഴും ആ സഹോദരിയുടെ ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ഭാര്യയുടെ മനസ്സിൽ, പടച്ചവനെ, എത്ര വിഷമിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം പാചകം ചെയ്തത്. വളരെ മനോഹരമായ രുചികരമായ ഭക്ഷണം. അത് കടിച്ചിട്ടാണോ ഭക്ഷണത്തിന്റെ രുചി എന്തെന്നറിയാത്തവരെന്ന് പറയുന്നത്? ചുരുക്കി പറഞ്ഞാൽ യാത്രയങ്ങനെ തിരിച്ചു. ഭർത്താവിനരികിലെത്തി. ലുഖ്മാനുൽ ഹകീം തങ്ങളോട് ചോദിക്കുന്നു, മകാനേ, ഈ നടന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യം എന്തെന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് പറയുന്നത്, ഇൻഷാ അല്ലാഹ് നിനക്ക് പറഞ്ഞു തരാം. അല്പ ദിവസം കഴിയട്ടെ. ദിവസങ്ങൾ അങ്ങനെ നീങ്ങുന്നതിനിടയിൽ അവരുടെ കുടുംബത്തിൽ ഒരു കല്യാണം വരികയാണ്.
കല്യാണം വന്നപ്പോ ആ ഫംഗ്ഷന് പുറപ്പെടാൻ വേണ്ടിയിട്ട് ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ഭാര്യ സമ്മതം ചോദിക്കാൻ വന്നു ഭർത്താവിന്റെ അരികില്. ഭർത്താവിന്റെ അരികിൽ സമ്മതം ചോദിക്കാൻ വന്നു, കല്യാണത്തിന് പോട്ടെ. നമ്മുടെ ഭാര്യമാരെന്താ ചെയ്യുന്നറിയോ? ഇക്ക അവിടെ കല്യാണം ഉണ്ട്, ഞാൻ പോയിട്ടില്ലെങ്കിൽ ഇങ്ങക്ക് വിഷമല്ലേ, അതുകൊണ്ട് ഞാൻ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അയൽവാസി പോകുന്നുണ്ട്, ഇന്നാള് പോകുന്നുണ്ട്, ഇന്നാളെ ഭാര്യ പോകുന്നുണ്ട്, അപ്പൊ ഞാൻ പോകുന്നുണ്ട്. സമ്മതം ആദ്യം ഓന്റെ സമ്മതം മാന്നതിന് മുമ്പ് തന്നെ ഇവരങ്ങോട്ട് എന്തായി? ഓ എന്നാ ശരി, നീ പോയില്ലെങ്കിൽ എനിക്ക് വിഷമാവെങ്കിൽ എന്നാ നീ പോട്. ഈ രൂപത്തിലുള്ള സമ്മതമല്ല. അല്ലെങ്കിൽ ഗൾഫിലുള്ള പ്രിയപ്പെട്ട ഭർത്താവ് ആ ഭർത്താവിനെ ഇങ്ങനെ വിളിച്ചിട്ട്, ഇക്ക ഓ എന്താ എനിക്കിങ്ങനെ കല്യാണത്തിനൊക്കെ പോണോ? ഓ ശരി, പിന്നെ നീ നേരത്തെ വിളിക്കാഞ്ഞ്? ഞാൻ വിളിക്കാൻ ഒരുപാട് പരിശ്രമിച്ച്, പക്ഷെ ഇക്ക ജോലി തിരക്കിലാണെങ്കിൽ അത് വിഷമാവല്ലോ എന്ന് കരുതിയിട്ടാ വീണ്ടും വിളിച്ചിക്ക. അങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുമ്പോ ആ ഭർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇനി അങ്ങനെയുള്ള പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കണമെന്നില്ല, നിനക്ക് പോകേണ്ടടുത്ത് എന്താവാ? ഇത് കിട്ടാനാണ് ഓളിങ്ങനെ ഇക്ക. അപ്പൊ പിന്നെ എവിടെയെങ്കിലും പോയാ എന്താ നീ എന്നെ വിളിക്കാൻ? അന്ന് ഇക്ക പറഞ്ഞിട്ടില്ലേ എനിക്ക് പോകേണ്ടടുത്ത് പോവാന്ന്, അതുകൊണ്ട് പോയതല്ലേ എന്ന് പിടിച്ചിട്ട്, പ്രിയപ്പെട്ടവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഓർമ്മപ്പെടുത്തുകയാണ്. ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ഭാര്യ വന്ന് ചോദിക്കുന്നു, ഭർത്താവേ ഞാനൊന്ന് കല്യാണത്തിന് പോകട്ടെ. അപ്പോഴാണ് മഹാനുഭാവൻ പറയുന്നത്, ശരി നിനക്ക് പോകാം, പക്ഷേ വീടിനകത്തൊരു വിളക്ക് കിടപ്പുണ്ട്, ആ വിളക്ക് നീ എടുത്തു കൊണ്ടുവരണോ, ആ വിളക്ക് നീ കത്തിച്ചു കൊണ്ടുവാ. പകൽ സമയത്താണ് വിളക്കുമായിട്ട് വരാൻ പറഞ്ഞത്. എന്നിട്ട് മഹാനുഭാവൻ പറഞ്ഞു, ഈ വിളക്ക് നീ കൊണ്ടുപോയിട്ട് കത്തിക്കിടക്കുന്ന വിളക്ക് കല്യാണത്തിന് പോയി തിരിച്ചു വരുന്നത് വരെ നിന്റെ കയ്യിൽ തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിലനിൽക്കണോ. ഇത് അണഞ്ഞു പോയാൽ മറ്റുള്ള പല പ്രയാസങ്ങളും ഒരുപക്ഷേ ഞാനും നീയുമായുള്ള ബന്ധത്തിൽ വന്നേക്കാം. ഭാര്യയ്ക്ക് വെപ്രാളമായി, ഭാര്യയ്ക്ക് സങ്കടമായി. ഏതായാലും ഭർത്താവ് പറഞ്ഞതുപോലെ ചെയ്യാൻ തീരുമാനിച്ചു. വിളക്കുമായിട്ട് നടക്കുകയാ. ആ കത്തിക്കിടക്കുന്ന വിളക്കിങ്ങനെ അണഞ്ഞു പോകാതിരിക്കാൻ സൂക്ഷ്മതയോടുകൂടെ നടന്നു. പോകുന്നതിനിടയിൽ പലരും സംസാരിക്കുന്നുണ്ട്, സുഖവിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. കല്യാണ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോഴൊക്കെ ശ്രദ്ധ മുഴുവനും ഈ വിളക്കിന്റെ മുകളിലാണ്. കാരണം ഇതങ്ങണഞ്ഞു പോയാ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യത്തിന് എതിര് ചെയ്തവളാകുമല്ലോ. ആ ഒരു പേടി കൊണ്ട് ശ്രദ്ധ മുഴുവനും വിളക്കിൽ കേന്ദ്രീകരിച്ചോ. അവിടെ നിന്ന് അങ്ങനെ അതാ തിരിച്ചു വീട്ടിലെത്തി. വിളക്ക് അണഞ്ഞില്ല. കത്തിക്കിടക്കുന്ന വിളക്കുമായിട്ട് വീട്ടിലെത്തിയപ്പോ ഭർത്താവാകുന്ന ലുഖ്മാനുൽ ഹകീം തങ്ങൾ ചോദിക്കുന്നു, പ്രിയ സഖിയേ നീ ഇന്ന് കല്യാണത്തിന് പോയല്ലോ, ആരൊക്കെയാണ് നിന്നോട് സംസാരിച്ചത്, എന്തൊക്കെയാണ് നിന്നോട് ചോദിച്ചത്, നീ എന്താണ് മറുപടി കൊടുത്തത്? അപ്പോഴാണ് പറയുന്നത്, ഭർത്താവേ സംഗതിയൊക്കെ ശരി തന്നെയാണ്, ആരൊക്കെയോ എന്നോട് മിണ്ടിയിട്ടുണ്ട്, ആർക്കൊക്കെയോ ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്തെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ലുഖ്മാനുൽ ഹകീം തങ്ങൾ ചോദിക്കുകയാണ്, നീ കഴിച്ച ഭക്ഷണത്തിന്റെ രുചി എന്തേ, രസകരമാണോ? അപ്പോഴാണ് പറയുന്നത്, ഭർത്താവേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഭക്ഷണത്തിന്റെ രുചി എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ചോദിക്കുന്നത് ലുഖ്മാനുൽ ഹകീം തങ്ങള്, നീ കല്യാണത്തിന് പോയി, ഞാൻ വന്നിട്ടില്ല, നീ ഭക്ഷണം കഴിച്ചു, അത് ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ നിന്നോട് പലരും സംസാരിച്ചിട്ടുണ്ടാകും കുടുംബക്കാര്, അത് നിനക്ക് ഓർമ്മയില്ലെന്ന് പറയുന്നു, കഴിച്ച ഭക്ഷണത്തിന്റെ രുചിയും അറിയുന്നില്ലെന്ന് പറയുന്നു. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ ഭാര്യ ലുഖ്മാനുൽ ഹകീം തങ്ങളോട് പറയുന്നു, മഹാനെ നിങ്ങൾ എന്റെ കയ്യിലൊരു വിളക്ക് തന്നിട്ടല്ലേ വിട്ടത്, എന്റെ ശ്രദ്ധ മുഴുവനും ആ സമയങ്ങളിലൊക്കെ ഈ വിളക്കിലായിരുന്നു, അതുകൊണ്ട് രുചിയോ സംസാരങ്ങൾ എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല, ഓർമ്മയില്ല.
എന്റെ കേന്ദ്രബിന്ദുവായ ശ്രദ്ധ മുഴുവനും ഈ വിളക്ക് കെട്ടുപോകുമോ എന്ന ഭയത്തിൽ ഇതിന്റെ മുകളിലാണ്. ഇത് പറഞ്ഞ പാടെ ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറയാണ്, അന്ന് നിന്നോട് ഞാൻ ഭക്ഷണവുമായി പോകുമ്പോ ഭാര്യയുമായിട്ട് രുചിയറിയാത്തവനാണ് അയച്ചതെന്ന് പറഞ്ഞില്ലേ? അന്ന് നിനക്ക് നിന്റെ ഖൽബിൽ പല സംശയങ്ങളും വന്നിട്ടുണ്ടാകാം. നീ കൊണ്ടുപോയ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടി നീ ഒരുങ്ങുമ്പോ ഭക്ഷണത്തിന്റെ രുചി എന്തെന്നറിയാത്ത ആളാണ് അയച്ചതെന്ന് പറയാൻ പറഞ്ഞില്ലേ? അപ്പോഴും നിന്റെ മനസ്സിൽ പല സംശയങ്ങളും വന്നേക്കാ. എന്നാൽ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ നീയുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ പോലും എന്റെയും അവരുടെയും ഒക്കെ ചിന്തയുണ്ടായിരുന്നത് ഒരേ ഒരു കേന്ദ്രബിന്ദുവിലേക്കാ. അത് സർവശക്തനായ അല്ലാഹ്. എന്റെ ഖൽബിൽ ആ സമയത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അതാണ് മഹാന്മാർ ഉപയോഗിച്ചിരുന്ന ക്യാമറ. ഇന്ന് നമുക്ക് ക്യാമറ പേടിയാണല്ലോ. ലൈവിന്റെ ക്യാമറ വരെ ഇന്ന് പേടിയാ. മനസ്സിലായില്ല? ഇന്ന് CCTV മാത്രമല്ല, ലൈവിന്റെ ക്യാമറ വരെ പേടിയാണ്. കാരണം ഇന്നെല്ലാം കട്ട് ചെയ്തിട്ട് തലയില്ലാണ്ട് വാലില്ലാണ്ട് നടുക്കുന്നെല്ലാം എടുത്തിടുന്ന കാലാണ്. എന്നാൽ നിങ്ങൾക്കറിയണോ, ഒരു കല്യാണ വീട്ടിലോ ടെക്സ്റ്റൈൽസുകളിലോ മറ്റു കടകളിലോ പോകുമ്പോ നിങ്ങൾ CCTV നിരീക്ഷണത്തിനാണെന്ന് കണ്ടാൽ അപ്പോഴും നമ്മൾ സൂക്ഷ്മത പുലർത്താറുണ്ട്. അവിടെയും നമ്മൾ പേടിക്കുന്നത് അതിൽ എന്റെ കളികളൊക്കെ പതിയുമോ എന്ന പേടിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആർക്കെങ്കിലും പടച്ചവനെ പേടിയുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ക്യാമറ എന്നും പേടിക്കുന്നതാണ്. 24 മണിക്കൂറും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ ക്യാമറയുണ്ട്. അത് ഒപ്പിയെടുക്കാൻ വേണ്ടി 2 മലക്കുകളെ അല്ലാഹ് നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതോടൊപ്പം ഒരു ദിനം നമ്മുടെ ആത്മാവ് പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കുണ്ടല്ലോ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു ദിവസം തന്നെ ഒരുപാട് തവണ നമ്മുടെ മുഖത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അത്രേ. സമയമായെങ്കിൽ ആ സ്പോട്ടിൽ നമ്മുടെ ആത്മാവ് പിടിക്കുന്നതാണ്. അതുകൊണ്ടാണ് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, ഒരാളുടെ ഉപദേശകനായിട്ട് ഒരാൾക്ക് വേണ്ടത് അവന്റെ മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ്. മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ബുർഉദ്ദാഇന്റെ വരികൾ എഴുതിയിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ബുർഉദ്ദ രോഗശമനത്തിനുള്ള മരുന്നാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ, ഒന്നിക്കിൽ നീ ഇൽമ കേൾക്കുന്നവനാവുക, അല്ലെങ്കിൽ നീ പഠിക്കുന്നവനാവുക, അല്ലെങ്കിൽ നീ ആലിമീങ്ങളെ സ്നേഹിക്കുന്നവനാവുക എന്ന് പഠിപ്പിച്ച നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കുന്ന നമ്മുടെ നാട്ടുകാര്, ഈ മഹല്ല നിവാസികള്, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരിക്കൽ മരണം വരാനുള്ളതാ. എപ്പോഴാണ് നമ്മുടെ മരണം വരുന്നതെന്ന് നമുക്കാർക്കും അറിയില്ല. നമ്മളിപ്പോൾ കിടന്നുറങ്ങുന്ന നമ്മുടെ എയർ കണ്ടീഷൻ റൂമുണ്ടല്ലോ, ആ റൂമിലുള്ള മനോഹരമായ കട്ടിലുണ്ടല്ലോ, ആ കട്ടിലിന്റെ മുകളിലുള്ള ബെഡുണ്ടല്ലോ, ആ ബെഡിലേക്ക് നമ്മൾ ചെന്ന് കിടന്നുറങ്ങുമ്പോ ഒരു പക്ഷേ ഉറക്കത്തിലാണെങ്കിൽ നമ്മുടെ ആത്മാവ് പിടിക്കുന്നതെങ്കിൽ എത്ര അഭിലാഷങ്ങളാ ബാക്കി വെച്ചിട്ട് നമ്മൾ യാത്ര പോകുന്നത്. ഓരോ മരണവാർത്തകളും കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വെപ്രാളമല്ലേ പ്രിയപ്പെട്ടവരെ.
എന്റെയും നിങ്ങളുടെയും മരണം നടക്കുന്ന ദിവസത്തെക്കുറിച്ച് ഒന്ന് ഓർത്തിട്ടുണ്ടോ? മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ബുർഉദ്ദ രചിച്ച മഹാനുഭാവൻ ബുർഉദ്ദ എഴുതുമ്പോ ആ എഴുതുന്ന സമയത്ത് പോലും മരണത്തെക്കുറിച്ച് ഓർത്തിട്ടാണത്രേ ബുർദ എഴുതിയിട്ടുള്ളത്. ബുർദ എന്ന് പറയുമ്പോ ദർസ് മക്കളെപ്പോഴും മുടങ്ങാതെ ചെല്ലുന്ന വരികളുണ്ട്. ഞാൻ ഓർത്തു പോകുന്നു, എന്റെ വന്യരായ ശൈഖുനാ ഉസ്താദ് ദർസ് നടത്തുന്ന കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത വെളിയമ്പ്ര എന്ന് പറയുന്ന പ്രദേശം. വെളിയമ്പ്ര കൊട്ടാരത്തില് എല്ലാ വെള്ളിയാഴ്ച രാവും വന്യരായ ശൈഖുനയുടെ നേതൃത്വത്തില് പള്ളിയുടെ 2ാം നിലയുടെ മുകളിൽ ദർസ് ഹാളിൽ വെച്ച് ബുർഉദ്ദഇന്റെ സദസ്സ് നടക്കാറുണ്ട്. 100 കണക്കിന് ആളുകളാണ് ആ സദസ്സിൽ വരാറുള്ളത്. ആ ബുർഉദ്ദഇന്റെ മജ്ലിസിൽ വരുന്ന ആളുകളൊക്കെ ബോട്ടലിൽ വെള്ളം കരുതിയിട്ടാണ് വരാറുള്ളത്. അവിടെ വന്ന് ബുർഉദ്ദഇന്റെ മജ്ലിസിൽ ആ വെള്ളം വെച്ചിട്ട് ബുർഉദ്ദ കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ മന്ത്രിച്ചു കഴിഞ്ഞു ആ വെള്ളവുമായിട്ട് തിരിച്ചു പോകോ. എത്ര രോഗത്തിനാ ആ ബുർഉദ്ദ മന്ത്രിച്ച വെള്ളം ശിഫയാകുന്നത്. അത്രമേൽ പവറുള്ള ബുർഉദ്ദ ഉണ്ടല്ലോ. ഇന്നും പ്രിയപ്പെട്ടവരെ, എന്റെ വന്യരായ ശൈഖുനയുടെ നേതൃത്വത്തിൽ അവിടെ ബുർഉദ്ദ നടന്നു. അവിടെ ഇന്ന് മുതൽ ദർസ് ഫസ്റ്റ് നടക്കുകയാണ്. 26 മുതൽ 29 വരെ വെളിയമ്പ്രയിൽ മട്ടന്നൂരിനടുത്ത് ദർസ് ഫെസ്റ്റ് നടക്കുമ്പോ ഇന്നത്തെ രാവിൽ 100 കണക്കിന് മുത്തുമുഅ്മിനീങ്ങള് അവിടെ ഒരുമിച്ച് കൂടി ബുർഉദ്ദഇന്റെ മജ്ലിസില്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയേറെ മഹത്വമുള്ള ബുർഉദ്ദ ഉണ്ടല്ലോ, അത് രചിച്ച മഹാനുഭാവൻ അത് രചിക്കുന്ന നേരത്ത് ലൗ കുന്തു അഅലമു അന്നി മാ ഉവഖിറുഹു كتمت سرا بدا لي منه بالكتم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മരണത്തെ മുന്നിൽ കണ്ടാണ് ബുർഉദ്ദ മഹാനുഭാവൻ എഴുതിയത്. ഇത് നിങ്ങൾക്കറിയണോ പ്രിയപ്പെട്ടവരെ? മസ്ജിദിനടുത്ത് തന്നെയാണ് ഖബർസ്ഥാനിയുള്ളത്. ആ ഖബർസ്ഥാനിയുടെ ചാരത്തുകൂടി നമ്മൾ നടന്നു പോകുമ്പോ അവിടെ കിടക്കുന്നവരിൽ നമ്മിൽ പലരുടെയും ബാപ്പയില്ലേ, ഉമ്മയില്ലേ, വെല്ലുമ്മ വെല്ലുപ്പ, ഉപ്പുമ്മ ഉപ്പാപ്പ, പലരുടെയും ഭാര്യമാര് ഭർത്താക്കന്മാരവിടെ കിടക്കുന്നുണ്ട്. അവരൊന്നും ഞങ്ങളുടെ കൂടെ ജീവിച്ച് കൊതി തീരാത്തവരാണ്. അവര് പരലോക യാത്രയിലേക്ക് പോയപ്പോ പാരത്രിക ലോകത്തെ ജീവിതത്തിലേക്ക് അവർ ചെന്ന് ചേർന്ന ആ ഒരു നിമിഷം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ സദസ്സിൽ വെച്ച് നമ്മൾ ചൊല്ലുന്ന ദിക്റുകള്, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകള്, ചെയ്യുന്ന ദാനധർമ്മങ്ങള് അവരുടെ ഖബറിൽ അല്ലാഹ് എത്തിച്ചു കൊടുക്കുന്നതാ. പടച്ചവനെ, ആ ഖബറാളികൾക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആമീൻ പറ മുഅ്മിനീങ്ങളെ. അല്ലാഹ് ഖബറാളികൾക്ക് മുഴുവനും പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞാൻ ഇന്നിവിടെ വന്നപ്പോ ഭക്ഷണം തന്ന CK അബ്ദുള്ള ഹാജി എന്ന പിതാവ്, ആ വീട്ടുകാര് അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുണ്ടെങ്കിൽ, അവരെ അയൽവാസികളിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് മരിച്ചവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്ന ഭക്ഷണത്തിന്റെ ആ ഒരു പ്രതിഫലം മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ ഉറൂസ് മുബാറകുമായിട്ട് സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഇഹത്തിലും പരത്തിലും വിജയിപ്പിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി ശ്രദ്ധിച്ചോ, ഞങ്ങൾക്കും ഒരിക്കൽ മരണം വരാനുണ്ട്. ഇതുപോലെയുള്ള പള്ളിക്കാട്ടിൽ ചെന്നിട്ട് കിടക്കേണ്ട ദിവസം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് നമ്മളുടെ മരണമങ്ങ് നടക്കുമ്പോ നമ്മൾ
നമ്മുടെ വീടിന്റെ സെൻട്രൽ ഹാൾ ഉണ്ടല്ലോ, ആ സെൻട്രൽ ഹാളിൽ നമ്മെ കിടത്തുന്നതാണ്. അന്ന് നമ്മളെ കിടത്തുന്ന കട്ടിലേതാണെന്നറിയോ? ഇന്നലെയും മിനിഞ്ഞാന്നും അതല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിൽ കിടന്നുറങ്ങിയ കട്ടിലുകളല്ലോ, എയർ കണ്ടീഷൻ റൂമിൽ ഫിറ്റ് ചെയ്ത 6 അടിയുള്ള അല്ലെങ്കിൽ 7 അടിയുള്ള അല്ലെങ്കിൽ വലിപ്പമുള്ള കട്ടിലല്ല നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട് കിടത്താൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ കാരണവന്മാരിൽ പലരും ഉപയോഗിച്ചിരുന്ന പഴയ കട്ടിലുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒഴിച്ചു വെച്ച കട്ടില്, അതല്ലേ മരണമറിയലോടെ വീടിന്റെ സെൻട്രൽ ഹാളിൽ വന്ന് കൊണ്ടുവെക്കുന്നത്. ഇനി അതുമല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന നന്മമരങ്ങളായ പ്രവർത്തകര് അവരുടെ ഓഫീസുകളിൽ വാങ്ങിവെച്ച പ്രത്യേകതരം കട്ടിലുണ്ട്. ഒരുപക്ഷെ ആ കട്ടിലാവാം, സ്റ്റീലിന്റെ കട്ടിലാവാം, വീടിന്റെ സെൻട്രൽ ഹാളിൽ കൊണ്ടുവന്നിട്ട് വെക്കുന്നത്. എന്നിട്ടൊരു പായ വിരിച്ചിട്ട് ആ പായയുടെ മുകളിലല്ലേ നമ്മൾ കിടക്കുന്നത്. ആ പായയുടെ മുകളിൽ നമ്മൾ കിടത്തിയിട്ട് ഒരു വെള്ള തുണി കൊണ്ട് ശരീരമോ സകലമങ്ങ് പൊതിയുന്നൊരു ദിവസം വരാനുണ്ട്. അന്ന് നമ്മളെ തുണി കൊണ്ട് പുതഞ്ഞിട്ടിങ്ങനെ കിടത്തുന്ന സമയമുണ്ടല്ലോ, നമ്മുടെ മരണവാർത്ത അറിഞ്ഞിട്ട് ആളുകളൊക്കെ വരികയാ നമ്മെ കാണാൻ വേണ്ടി. വന്നിട്ട് അവരെന്താ ചെയ്യുകയെന്നറിയോ? മുഖത്തിട്ട മുണ്ടും ചിലര് വന്നുയർത്തുന്നേ, കൈകെട്ടി മിണ്ടാ തന്നു നീ കിടക്കുന്നേ. നമ്മുടെ മുഖത്ത് വിരിച്ച വെള്ളമുണ്ടുണ്ടല്ലോ, ആ തുണിയുടനെ പൊക്കുകയാണ്, ഉയർത്തുകയാണ്. ഇന്നലെ വരെ ആരടാ എന്ന് ചോദിക്കുമ്പോ ഞാനടാ എന്ന് തന്റെ ഇടത്തോടെ പറഞ്ഞ മനുഷ്യനാണ് ഇന്ന് നാവ് പൊന്തുന്നില്ല. അവനവിടെ ഇങ്ങനെ കിടക്കുകയാ. ഇന്നവന് ആരോടും പകയില്ല. ഇന്നലെ വരെ അവൻ വേദനിപ്പിച്ച അയൽവാസി ഇന്നിവന്റെ മയ്യത്ത് കാണാൻ വരുമ്പോ അപ്പോഴും മൗനമായിട്ട് കിടക്കുന്ന മയ്യത്തായി മാറിയില്ലേ? മുഖത്തിട്ട മുണ്ടും ചിലര് വന്നുയർത്തുന്നേ, കൈകെട്ടി മിണ്ടാ തന്നു നീ കിടക്കുന്നേ. മരണവാർത്ത അറിഞ്ഞിട്ട് ഖബറ് വെട്ടുന്ന ആളുകൾ ഖബറ് വെട്ടാൻ പോയി. ഖബറ് റെഡിയായി എന്ന് കാണുമ്പോ ആളുകൾ പറയുന്നു ഇനി മയ്യത്ത് കുളിപ്പിക്കാൻ അടുക്കാ. അതുവരെ എന്റെ പേര് യഹിയ ബാക്കവി എന്നാണെങ്കിൽ പിന്നെ എന്റെ പേര് മരണത്തോടെ മയ്യത്ത് എന്നായില്ലേ പ്രിയപ്പെട്ടവരെ? പിന്നെ മയ്യത്തെടുത്തോ മയ്യത്തെടുത്തോ മയ്യത്തെടുത്തോ, അതിങ്ങനെ ചോദ്യം വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അതുമല്ലെങ്കിൽ ജനങ്ങളിലുള്ള മൊബൈലുകളിലൂടെ നേരിട്ടുള്ള സംസാരങ്ങളിൽ വരെ മയ്യത്തെടുക്കാറായോ? മയ്യത്ത് എപ്പോഴാ എത്തുന്നത്? ഈ നാമമായില്ലേ മോനെ? പിന്നെ എന്നെയും നിങ്ങളെയും കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയാൽ ഇന്നലെ വരെ ഞങ്ങൾ കുളിമുറിയിൽ കയറിയപ്പോ ഒരു ബട്ടൺ അമർത്തേണ്ട താമസമായിരുന്നു. ഉമ്മാ, പൊന്നു പെങ്ങളെ, പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, ഒരു ബട്ടൺ ബാത്റൂമിൽ കയറി അങ്ങമർത്തിയപ്പോ ശരീരമാസകലം പല ഭാഗങ്ങളിൽ നിന്ന് വെള്ളം പതിഞ്ഞല്ലോ. ഷവർ പൈപ്പിലുള്ളൊരു കുളിയതും നിലച്ചന്നേ, ഷവർ പൈപ്പിലുള്ളൊരു കുളിയതും നിലച്ചന്നേ. അന്ന് നിന്റെ കുളിയെന്ന് നിലച്ചില്ലേ? നിന്നെ കുളിപ്പിക്കാൻ വന്നവര് പലരുമല്ലേ അവസാനം കുളി കഴിഞ്ഞിട്ടതാ വീടിന്റെ സെൻട്രൽ ഹാളിലേക്ക് നമ്മെ താങ്ങിയെടുത്ത് കൊണ്ടുവരുമ്പോ ആ വീട്ടിന്റെ സെൻട്രൽ ഹാളിൽ 3 കഷ്ണം തുണി അവിടെ വിരിച്ചിട്ടുണ്ട്. പൊതിയുന്ന തുണി 3 കഷ്ണം വിരിക്കുന്നേ, അതിലേക്ക് താങ്ങി എടുത്തതാ കിടത്തുന്നേ. ആ
തുണിയിലേക്ക് നിന്നെ വാരിയെടുത്തിട്ട് അവിടെ കിടത്തുമ്പോ കഫൻ ചെയ്യാൻ തുടങ്ങുകയാ. കഫൻ ചെയ്യുന്ന നേരത്ത് കഫൻ ചെയ്യുന്ന ആള് വിളിച്ച് പറയുകയാ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? കണ്ടവർ തന്നെ വീണ്ടും വീണ്ടും കാണുകയാണ്. അവസാനം മയ്യത്ത് കഫൻ ചെയ്തു. മയ്യത്ത് കട്ടില് തോളിലേക്കുയരുന്നേ. മയ്യത്ത് കട്ടിൽ തോളിൽ കയറ്റിയിട്ട് തഹ്ലീല് ചൊല്ലി യാത്ര പുറപ്പെട്ടു. പോകുന്നതിനിടയിലോ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് മരിച്ചു പോയവരാണെങ്കിൽ ഭാര്യ തളർന്ന് വീഴുന്നു. മക്കള് മരിച്ചു പോയവരാണെങ്കിൽ ഉമ്മ എവിടെന്ന് നിലവിളിക്കുന്നു. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ട് പോയോ, കാണലെന്നാ നിന്നെ. എന്നെ വിട്ട് പിരിഞ്ഞു പോവുകയാണോ എന്ന് പറഞ്ഞ് ഉമ്മ കരയുകയാ. അപ്പോഴാണ് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, മക്കള് നമ്മുടെ അരികിലേക്ക് ഓടി വരുന്ന ഒരു ദിവസമുണ്ട്. പൊന്നുമക്കൾക്ക് ബാപ്പയെ കണ്ട് കൊതി തീർന്നിട്ടില്ല, ഉമ്മയുടെ കൂടെ ഇരുന്ന് ആഗ്രഹം തീർന്നിട്ടില്ല. പൊന്നുമ്മയുടെ കരങ്ങളിൽ നിന്ന് തരുന്ന ചോറിന്റെ ഉരുളയുണ്ടല്ലോ, ഭക്ഷണത്തിന്റെ തുട്ടുകളുണ്ടല്ലോ, പ്രിയപ്പെട്ട ഉമ്മ മക്കളെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് വായിൽ വെച്ച് തന്നിട്ട് സ്നേഹത്തിലൂടെ പോറ്റി വളർത്തിയ പൊന്നുമക്കളെ, ആ മക്കൾ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പയുടെ വിട പറയൽ വേർപാട് കാണുമ്പോ മക്കൾ ഓടി വന്നിട്ട് അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം ചെയ്യാതവൻ പിരിയുന്നേ. അടുത്തിടെ മംഗലാപുരത്തിനടുത്ത് വിട പറഞ്ഞു പോയ നൗഷാദ് ഹാജി എന്ന സേവന പ്രവർത്തകനെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. മൊബൈലുകളിലൂടെ വാട്സാപ്പുകളിലൂടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗങ്ങൾ വരെ ആയിരക്കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തത് കണ്ടവരല്ലേ. ആ പ്രിയപ്പെട്ട നൗഷാദ് ഹാജി എന്ന ആ പ്രിയങ്കരനായ പ്രവർത്തകന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പ്രിയപ്പെട്ടവരുടെ പൊന്നുമക്കള് വിളിച്ചു പറഞ്ഞില്ലേ, ബാപ്പാ, മക്കളാകുന്ന ഞങ്ങൾക്ക് ബാപ്പയെ കണ്ടു കൊതി തീർന്നിട്ടില്ല. അങ്ങനെ എത്ര ആളുകളാ പെട്ടെന്ന് മരിച്ചു പോയത്. പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ മക്കള് വന്നിട്ട് അവരെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞത്, അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം ചെയ്യാതവൻ പിരിയുന്നേ. അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്ന് പള്ളിയിലെത്തി മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് കിടത്തുന്ന ഒരു പറയുണ്ട്. അതിനാണ് ഖബർ എന്ന് പറയുക. മുത്തുനബി തങ്ങൾ പറയുന്നു, ഒരാൾ നന്നാവാനുള്ള അവന് രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയോ? അത് അൽ ഖബറോ, അവനെ കൊണ്ടുപോയിട്ട് മരണത്തിന് ശേഷം കിടത്തുന്ന ഖബറാണ്. ഒന്നാമത്തെ ഉപദേശകൻ മരണമാണ്, രണ്ടാമത്തെ ഉപദേശകൻ ഖബറാണ്. അവ്വലു മനാസിലിൻ മിൻ മനാസിലിൽ ആഖിറതി അൽ ഖബറു. പരലോക ജീവിത യാത്രയിലെ ഒന്നാമത്തെ വീട് അത് ആറടി മണ്ണ് കൊണ്ട് തുടങ്ങുന്ന വീടാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഖബറെന്നൊരു വീടുണ്ട്, അത് ഖൽബിൽ ഓർത്തിടണേ. ഒരു നാളിൽ മൗത്ത് വരും, നിന്റെ റൂഹ് പിരിഞ്ഞിടുമേ. നാം നടന്നടുക്കുമ്പോൾ പള്ളിക്കാട്ടിലെ ഖബർ കൊള്ളേ നാം വിസ്മരിച്ചിടുന്നു. ആറടി മണ്ണറയെ മൂന്ന് കേട്ടിടുമേ. കട്ടിലിൽ നിന്നെ ഏറ്റിടുമേ. ഖബറകമിൽ താഴ്ത്തിടുമേ. മുട് പലകയുമേറ്റിടുമേ. മൂന്ന് പിടി മണ്ണ് വാരിടുമേ. ഖബറങ്ങടക്കിടുമേ.
എല്ലാരും പിരിഞ്ഞിടുമേ, തനിച്ചായി നീ കിടന്നിടുമേ.